വിഷുവിന് തലേ ദിവസം തന്നെ നമ്മൾ തെളിച്ച് മെഴുകിയ സ്ഥലത്ത് വിഷുവിന് ഒരുക്കേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കണം. കുമ്പളങ്ങ, മുരിങ്ങാക്കായ അതുപോലുള്ള സാധനങ്ങളൊന്നും വെക്കരുത്. അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നവധാന്യങ്ങൾ വെക്കാം. കൂടാതെ ചക്ക, മാങ്ങ, വെള്ളരിക്ക ഇതൊക്കെ വെക്കാറുണ്ട്. ശുഭമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിന് വെക്കേണ്ടത്. നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്താം. കൂടാതെ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കണം. അവരെ കണ്ണടച്ച് കൊണ്ടുവന്ന് ആവണപ്പലകമേലിരുത്തും. കണ്ണ് തുറക്കാൻ പറയും. എന്നിട്ട് ആ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കണ്ണ് നനയ്ക്കണം. എന്നിട്ട് വേണം കണി കാണാൻ. നമ്മൾ ഒരുക്കി വെച്ച എല്ലാം ഭംഗിയായിട്ട് കാണുക. വിഷുക്കണി കണ്ട ശേഷം ഉറങ്ങാമോ? പക്ഷെ ഉറങ്ങാൻ പാടില്ല. ആ ഫലം കുറയും. പകൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് നിയമം. സന്ധ്യാസമയം സർവത്ര വജ്ജയിൽ എന്നാണ് പറയുന്നത്. അതായത് സന്ധ്യക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല, നാമജപം ഒഴികെ. എൻ്റെ പേര് ജയൻ നമ്പൂതിരി, ആറ്റുപുറത്തില്ലത്താണ്, കാസർഗോഡാണ് സ്വദേശം. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം ക്ഷേത്രത്തിൽ, ചാമുണ്ഡി ക്ഷേത്രത്തിൽ സഹമേൽശാന്തിയായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ വർഷം വിഷു വരുന്നത് ഏപ്രിൽ 14-നാണ്. വിഷുവിന് നമ്മൾ കണിയൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും അറിയുന്നുണ്ടാവും. എന്നാലും അതിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. വിഷുവിന് നമ്മൾ പ്രധാനമായും കണി കാണുന്നത് കൃഷ്ണനെയാണ്. കൂട്ടത്തിൽ കണ്ണിന് ഇമ്പമേകുന്ന, മനസ്സിന് ഇമ്പമേകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മളതിൽ ഒരുക്കി വെക്കുന്നത്. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു വർഷത്തെ ഫലം മുഴുവനായി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിഷുക്കണി ഒരുക്കുന്നത്. ഒരു പുതുവത്സരം കൂടിയാണ് ഈ മേടം ഒന്ന് തുടങ്ങുന്നത് തന്നെ. വിഷുക്കണി ഒരുക്കുന്നവർ നമ്മൾ തലേ ദിവസം തന്നെ ഒരുങ്ങേണ്ടതുണ്ട്. വീടും പരിസരവും തുടച്ച് വൃത്തിയാക്കി, നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം, ചാണകം തളിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ തുണിയെടുത്ത് തുടച്ച് വൃത്തിയാക്കിയാലും മതി. അവിടെ ഒരു കൃഷ്ണ വിഗ്രഹം എടുത്ത് റെഡിയാക്കി വെക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ തുറസായ സ്ഥലത്തായാലും ഒരുക്കി വെക്കാവുന്നതാണ്. അവിടെ ഒരു ഉരുളിയിൽ, അതല്ലെങ്കിൽ പുതിയ മൺകലത്തിൽ, 2 തരത്തിലും ചെയ്തു വരുന്നുണ്ട്. മൺകലത്തിലാണെങ്കിൽ 2 മൺകലത്തിൽ ഒന്നിൽ ഉണക്കലരിയും ഒന്നിൽ നെല്ലും കൂടെ വെക്കാം. അതിന് അണിയാം. അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഭംഗിയാക്കാം. കൂടാതെ നവധാന്യങ്ങൾ നമ്മൾ എടുത്ത് അത് ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട്, 9 പാത്രങ്ങളിലായിട്ട് നവധാന്യങ്ങൾ, കൂടാതെ ഉപ്പും കൂടെ വെക്കാറുണ്ട്. അതും കൂടെ നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് ഉരുളിയിലോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് വെക്കാം. ചെറിയ ചെറിയ പാത്രങ്ങളായാലും വളരെ നന്ന്, വെവ്വേറെ കാണാമല്ലോ നമുക്ക്. കൂടാതെ വാൽക്കണ്ണാടി, മോതിരം, സ്വർണം, പൊൻപണം ഇപ്പോൾ നൽകുന്ന സാധനങ്ങൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടും വെക്കേണ്ടത്. കണി ഒരുക്കുന്ന സ്ഥലം അത്രയും ഭാഗം നമ്മൾ ഭംഗിയായി അലങ്കരിക്കാം. പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. കൃഷ്ണവിഗ്രഹം വെച്ച് നല്ലൊരു മാലയൊക്കെ ചാർത്തി ഭംഗിയാക്കി വെക്കാം. നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്താം. കൂടാതെ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കണം. കാലത്ത് നമ്മൾ എഴുന്നേറ്റ്, വീട്ടിൽ സാധാരണ നിലയ്ക്ക് അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് കണി കാണിക്കാൻ വരിക. അവരാദ്യം എഴുന്നേറ്റ് വന്ന് നിലവിളക്ക് കൊളുത്തി അവർ കണി കണ്ട ശേഷം നമ്മളെ വിളിച്ചു കൊണ്ടുവരും. കുട്ടികളെയൊക്കെയാണ് കണി കാണിക്കുക നമ്മൾ ശരിക്കും. അവരെ കണ്ണടച്ച് കൊണ്ടുവന്ന് ഈ കണി ഒരുക്കിയ സ്ഥലത്ത് ആവണപ്പലകമേലിരുത്തും. അതിനുശേഷം കണ്ണ് തുറക്കാൻ പറയും. എന്നിട്ട് ആ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കണ്ണ് നനയ്ക്കണം. എന്നിട്ട് വേണം കണി കാണാൻ. അപ്പോൾ അതിൽ ചന്ദനം ഉണ്ടാവും. ചന്ദനം കലക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് നെറ്റിയിൽ തൊടാം. അത് കഴിഞ്ഞ് കണി കാണാം. കണി കാണുമ്പോൾ നമ്മൾ ഒരുക്കി വെച്ച എല്ലാം ഭംഗിയായിട്ട് കാണുക. മനസ്സ് നിറയണം നമുക്കത്. അതാണ് സന്തോഷം ഉണ്ടാക്കാനും ഒരു വർഷത്തെ ഫലം ആണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിനാണ് ശരിക്കും വിഷുക്കണി കാണുന്നത്. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതായത് ഏകദേശം 7ഓളം നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമായിട്ടുള്ള സമയമെന്ന് പറയാം. അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും. സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളുടെയും ഒരു സമയമെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന്, വിവാഹം നടക്കുന്നതിന്, ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാനും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ ആക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊടുന്നത് എല്ലാം പൊന്നാകുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം. വിദേശവാസത്തിന് യോഗമൊക്കെ കാണുന്നുണ്ട്. പഠനരംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയും തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലം കടന്നു വരാൻ പോകുന്നത്. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും വർഷം മുഴുവൻ നിലനിൽക്കാൻ ഒക്കെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിജയം കരസ്ഥമാക്കാനും വിദ്യാരംഗത്ത്, പഠനരംഗത്ത് ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളാണ് തേടി വരാൻ പോകുന്നത്. തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ അഭിനന്ദനവും ഒക്കെ നേടുവാനുള്ള ഒരു സമയമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിന്റെ ഒരു സമയമാണ്. ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട് യോഗം കൈവരാനുമുള്ള സമയം കൂടിയാണ് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. വീട്ടിൽ ഏതെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച നേടാൻ പോകുന്ന, ഒരുപാട് അഭിനന്ദനം, ഒരുപാട് തരത്തിലുള്ള പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെയോർത്ത് അഭിമാനിക്കാൻ ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ധനപരമായിട്ട് ഉയർച്ച വരുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹ സഫലീകരണത്തിനുള്ള നാളാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം, ആയുരാരോഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി തീരുവാൻ, അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. വീട്, കാർ, ഭൂമി വാങ്ങാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത്. ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ്. അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ശ്രേഷ്ഠമാണ്.
മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സമ്പത്ത് കൈവരാൻ പോകുന്ന ഒരു സമയം, രാജയോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത്. എന്തും മുന്നിലെത്തുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും ഈ നക്ഷത്രമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു. അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇത്. ആദ്യത്തെ 4 മാസക്കാലം ചിത്തിരക്കാർ ഒരുവിധം ഭേദപ്പെട്ട ദിവസങ്ങൾ ആയിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചിത്തിരക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ദീപാരാധന നടത്തുന്നത്, ജലധാര നടത്തുന്നത്, ഇതൊക്കെ സർവ്വ ഐശ്വര്യദായകമാണ്. ഈ ഒരു ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും തുടർന്ന് ഉണ്ടാകാനായിട്ട് തീർച്ചയായും ശിവനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കല, ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മികച്ച തുടക്കം ലഭിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും ഒരുപാട് പ്രശംസ പിടിച്ചുപറ്റാനും ഒക്കെ കഴിയാൻ പോകുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരാനും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സമയമാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കുന്ന ഒരു സമയമാണിത്. 8ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി, വീട്, വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനും ഒക്കെയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലിലൂടെ വലിയ സമ്പദ് വ്യവസ്ഥ ഉയരാനുള്ള ഒരു സമയം കൂടിയാണിത്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് രാജയോഗ്യരാക്കി മാറ്റുന്നത്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും രോഹിണി, പൂരം, ഭരണി, വിശാഖം, പൂയം, ചിത്തിര, അനിഴം, പൂരാടം ഏകദേശം 8ഓളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതോടുകൂടി രാജയോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും, അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരും. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിഷുവിൻ്റെ അന്ന് കാലത്ത് 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് വീട്ടിലെ ഗൃഹനാഥ ആരാണോ അവർ വിളക്ക് കൊളുത്തി, 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി, ബാക്കി അലങ്കാര വിളക്കുകളുണ്ടെങ്കിൽ അതും കൊളുത്തി എല്ലാം ഭംഗിയാക്കി അവരാദ്യം കണി കാണുന്നു. കണി കണ്ട ശേഷം ഗൃഹനാഥനെ, കുട്ടികളെ, മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ കണ്ണ് പൊത്തി കണ്ണടച്ചു പിടിച്ച് ഈ വിഷുക്കണി ഒരുക്കിയ ഭാഗത്ത് വന്ന് പൂജാമുറിയിൽ വന്ന് അവിടെ പലകമേലിരുത്തി അവിടെ കണ്ണ് തുറന്ന് നേരെ കണ്ണ് നനയ്ക്കാനുള്ള വെള്ളം അവിടെ കിണ്ടിയിൽ വെച്ചിട്ടുണ്ടാവും. അതൊന്ന് കണ്ണ് നനയ്ക്കുക. കണ്ണ് നനച്ച് കണി കാണുക. കണി കാണുമ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് കാണാം. ഓരോന്നും നോക്കുക, വിശദമായി നോക്കുക. ചന്ദനം ഉണ്ടാകും, ചന്ദനം നെറ്റിയിൽ തൊടാം. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെയാണ് വിഷു കൈനീട്ടം. കൈനീട്ടം കൊടുക്കുന്നത് ഗൃഹത്തിലെ ഗൃഹനാഥൻ, പ്രായം കൂടിയ ആൾ, അതിൽ പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണ് വിഷു കൈനീട്ടം കൊടുക്കുക. വീട്ടിലുള്ളവർക്കും പണ്ട് കാലങ്ങളിലാണെങ്കിൽ വീട്ടിൽ വരുന്നവർക്കും കൂടെ പുറമേ നിന്ന് കണി കാണാൻ പുറമേ നിന്ന് ആൾക്കാർ വരും, അവർക്കും കൂടെ വിഷു കൈനീട്ടം കൊടുക്കുക. പിന്നെ മധുര പലഹാരങ്ങൾ കൊടുക്കും, ഉണ്ണിയപ്പം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതും കൊടുക്കും വിഷുവിന് അന്ന്. കൈനീട്ടം പ്രധാനമായിട്ട് കൊടുക്കുന്നത് കുട്ടികൾക്കും അതുപോലെ പ്രായത്തിൽ കുറഞ്ഞവർക്ക്,
ആണ് പ്രായം കൂടിയ ആൾക്കാർ, പ്രായം കുറഞ്ഞവർക്കാണ് കൈനീട്ടം കൊടുക്കേണ്ടത്. വിഷുക്കണി കണ്ട ശേഷം ഉറങ്ങാമോ? പലർക്കും സംശയമുണ്ട്. ക്ഷീണം ഉണ്ടാവും, തലേ ദിവസം രാത്രി ചിലപ്പോൾ ഉറക്കം വിളിച്ചിട്ടുണ്ടാവും കണി ഒരുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഉറങ്ങാൻ പാടില്ല, ആ ഫലം കുറയും. നമ്മൾ പകലുറങ്ങാൻ പാടില്ല എന്നാണ് നിയമം. സന്ധ്യാസമയം സർവത്ര വർജ്ജയിൽ എന്നാണ് പറയുന്നത്. അതായത് സന്ധ്യക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല, നാമജപം ഒഴികെ. അപ്പം നമ്മൾ ഉറങ്ങാൻ പാടില്ല പകൽ. അത് നമ്മൾ വ്രതങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്രതത്തിൻ്റെ സമയത്തും അതുപോലെ വിഷു കണി കണ്ട് അന്നും നമ്മൾ പകലുറങ്ങാൻ പാടില്ല. പകലുറങ്ങുന്നത് പൊതുവേ നല്ലതല്ല എന്നാണ് പറയുന്നത്. പകലോ സന്ധ്യക്കോ ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്രീകരമായി നമുക്ക് ഭവിക്കുന്ന കാര്യങ്ങൾ ഇല്ലാണ്ടാവും. അതിനി മഹാവിഷ്ണു ആണെങ്കിൽ കൂടി ശ്രീഭഗവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഐശ്വര്യം കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പകൽ ഉറങ്ങരുത് എന്ന് പറയുന്നത്. വിഷുക്കണി കണ്ടു കഴിഞ്ഞു അന്ന് പിന്നെ പല സ്ഥലത്തിൽ വടക്കേ മലബാർ ഭാഗത്തൊക്കെ പടക്കം പൊട്ടിക്കുക, അതൊക്കെ ഒരു ആഘോഷമാണ്. അന്നേരം പൂത്തിരി കത്തിക്കുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെ. കൂടാതെ വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വിഷുക്കണി വച്ചിരിക്കുന്ന പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് അന്ന് കറി വയ്ക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കും. അത് അമ്മമാരുടെ ജോലിയാണ്. വിഷുക്കണി കണ്ട ശേഷം അടുത്തുള്ള അമ്പലങ്ങളിൽ ദർശനം ചെയ്യാം. ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ, ദേവീക്ഷേത്രങ്ങൾ, ഏത് ക്ഷേത്രങ്ങളായാലും അവിടെയൊക്കെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടാവും. അവിടെ പോയി കണി കാണാം. നമുക്ക് അമ്മയെ കണി കാണാം. നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആർഭാടമായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റുമോ അത്രത്തോളം ആർഭാടമായിട്ട് ഒരുങ്ങണം. അതിൻ്റെ ഫലം ആണ് നമുക്കൊരു വർഷം കിട്ടുക. തഥാസ്തു എന്ന് പറയും. തഥാസ്തു എന്ന് പറയുമ്പോൾ എന്നും ഇതുപോലെ ഇരിക്കട്ടെ എന്നാണ് പറയുക. അപ്പോൾ ഇതേ സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ആ വർഷം മുഴുവൻ അനുഭവിക്കാൻ പറ്റും. അമ്പലങ്ങളിൽ പോവാം. പല അമ്പലങ്ങളിലും കൈനീട്ടം കൊടുക്കുന്നുണ്ടാവും. അത് വാങ്ങിക്കാം, അവിടെ തൊഴാം. ഇവിടെ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ കാലത്ത് 4 മണിക്കാണ് വിഷുക്കണി തുടങ്ങുക. 3:30 ആകുമ്പോൾ 3:30ക്ക് മുമ്പേ ശ്രീലകത്ത് കണിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മേൽശാന്തിയും മറ്റു കീഴ്ശാന്തിമാരൊക്കെ കൂടെ അകത്ത് അമ്മയെ കണി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കണിക്കോപ്പുകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഉരുളിയിൽ നെല്ലും അരിയും നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ടാവും. കണിക്കൊന്ന വെക്കും. കൂടാതെ വാൽക്കണ്ണാടി, സ്വർണം, വെറ്റില, പാക്ക്, അലക്കിയ വസ്ത്രം, ഇതൊക്കെ വെച്ച് കണി ഒരുക്കിയിട്ടുണ്ടാവും. ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടാവും. നീരാഞ്ജനം ഉണ്ടാവും. അതിൽ കൂടാതെ കത്തിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് 3:30ക്ക് അവിടെ അകത്ത് കയറി, മുൻവാതിൽ തുറക്കില്ല, വടക്ക് ഭാഗത്ത് കൂടെ അകത്ത് കയറി അകത്തെ വിളക്കുകളെല്ലാം തെളിയിച്ച് ഈ നീരാഞ്ജനം കത്തിച്ച് അമ്മയെ കണി കാണിച്ച ശേഷം 4 മണിക്ക് മേൽശാന്തി നട തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് കണി കാണാനുള്ള സമയമാണ് 5 മണി വരെ. 5 മണിക്ക് ശേഷം അഭിഷേകം തുടങ്ങും. അതുവരെ എല്ലാവർക്കും, അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും. അത് മേൽശാന്തിയാണ് കൊടുക്കുന്നത്. 5 മണി വരെ കൊടുക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം അഭിഷേകത്തിന് കയറും. വിഷുവിന് നമുക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് പ്രധാനമായും കൈനീട്ടം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കാലത്ത് എണീക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അന്നേരം. പക്ഷേ എന്നാലും അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഒരാൾ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇതുപോലെ മുന്നിൽ അവിടെ പലക വെച്ചിട്ടുണ്ടാകും. കണി ഒരുക്കിയതിൻ്റെ മുന്നിൽ അവിടെ പോയി ഇരുത്തി കണി കാണിക്കും. അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ് സത്യത്തിൽ. ആ അനുഭവം അതിപ്പോഴും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കണി കണ്ട ശേഷം കൈനീട്ടം കിട്ടും. ആ കൈനീട്ടമാണ് വലിയൊരു പ്രതീക്ഷ. നമുക്ക് പോക്കറ്റ് മണി കിട്ടുമല്ലോ, അതാണ്. പിന്നെ കൂടാതെ അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കും. ഗംഭീരമായിട്ട് ഒരുപാട് പടക്കം ഉണ്ടാവും. പൊട്ടിച്ച് തീരില്ല, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പൊട്ടിക്കാനുണ്ടാവും. തലേദിവസം രാത്രിയിൽ കുറേ പൊട്ടിക്കും. അത് കഴിഞ്ഞ് രാവിലെ, അത് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. ഒരുപാടുണ്ടാവും. കുറേ കൂട്ടുകാരും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. പിന്നെ അടുത്തുള്ള ഭവനങ്ങളിൽ, ഇല്ലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി കണി കാണുമായിരുന്നു. അവിടെ നിന്ന് ഉണ്ണിയപ്പം, പിന്നെ പല പല പലഹാരങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അതൊക്കെ കഴിക്കും. അന്ന് പിന്നെ കാലത്ത് വേറൊന്നും കഴിക്കേണ്ടി വരില്ല. ഇത് തന്നെ കഴിക്കാനുണ്ടാവുള്ളൂ. വയറ് നിറയും, മനസ്സും അതുപോലെ നിറയും. ഈ വർഷം വിഷു ആഘോഷിക്കുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നന്ദി, നമസ്കാരം.